എല്ലാവർക്കും എൻ്റെ വിനയ നമസ്കാരം. അതിദേവോ ഭവ എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആപ്തവാക്യം. നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. സമീപനാളിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്നൊരു വീട്ടിലെത്തിയപ്പോൾ മനസ്സിലുണ്ടായൊരു വിഷമം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ഞാനൊരു വീട്ടിലെത്തി. അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പശുവിൻ്റെ ഒരു ഫാം നടത്തുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഫാം കാണാൻ വേണ്ടി പോയി. ഫാമൊക്കെ കണ്ടു. വളരെ മനോഹരമായി പണിത് തൊഴുത്തും ഒട്ടേറെ പശുക്കളുമൊക്കെ നന്നായി നോക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അവർ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. അപ്പോൾ ഞങ്ങളവരോട് ചോദിച്ചു, നിങ്ങൾ തന്നെയാണോ ഈ പശുവിൻ്റെ ഈ ഫാമിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നു വെച്ചപ്പോൾ? ഞങ്ങളാണ് നോക്കി നടത്തുന്നത്. സഹായിക്കാൻ വേണ്ടി ഒരു അന്യസംസ്ഥാനത്ത് തൊഴിലാളിയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ കൊടുക്കുന്ന വേതനം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഡെയിലി 500 വെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മലയാളിയെ വിളിച്ചാൽ 700-800 രൂപയെങ്കിലും ശമ്പളം കൊടുക്കേണ്ടി വരും എന്നവർ പറഞ്ഞു. നന്നായി വന്ന മനുഷ്യൻ നോക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഈ ആദ്യത്തെ വന്ന തൊഴിലാളി എവിടെയാണ് താമസിക്കുന്നത്? ഈ തൊഴുത്തിനോട് ചേർന്ന് തന്നെ ചെറിയ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ആ മനുഷ്യൻ കിടക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ നിലത്താണ് കിടക്കുന്നത്. കട്ടിലൊന്നുമില്ല, നിലത്ത് പാവിരിച്ച് കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഒപ്പം അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിന് പുറത്ത് ഒരു സ്റ്റൗവൊക്കെ വെച്ച് അതിൽ സ്വന്തമായി ഭക്ഷണം പാചകം കഴിക്കുന്നത്. അപ്പോൾ ഈ തൊഴുത്തിലെ മണമൊക്കെ ഏറ്റാണ് ആ മനുഷ്യൻ കിടക്കുന്നതും. കിടക്കാൻ ഒരു കട്ടിൽ പോലുന്നുണ്ട്. വല്ലാത്തൊരു വിഷമം തോന്നി. ഞങ്ങൾ ആ വീട്ടുടമയോട് ചോദിച്ചു, നിങ്ങൾക്കൊരു കട്ടിലെങ്കിലും കൊടുക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ കിടക്കാൻ? നമ്മളൊക്കെ വലിയ വാർക്ക വീട്ടിൽ കട്ടിലൊക്കെ ഇട്ട് മതിൽ മെത്തയൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഒരു പലകയുടെ ചെറിയ കട്ടിലും കൊടുക്കാൻ പറ്റില്ല ചോദിച്ചപ്പോൾ വീട്ടുകാർക്ക് അത്ര സന്തോഷമായി എന്ന് തോന്നുന്നില്ല. പിന്നീട് ഞങ്ങൾ വീണ്ടും കുറച്ച് അന്യസംസ്ഥാനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തെത്തി എൻ്റെ സാഹചര്യം വന്നു. അപ്പോൾ അവർ താമസിച്ച സ്ഥലം പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്നത് നീളത്തിൽ പണിത ആസ്പെറ്റോ ഷീറ്റിന് മേഞ്ഞ ഒരു കെട്ടിടമാണ്. അത് ആസ്പെറ്റോ ഷീറ്റ് വെച്ച് ചെറിയ ചെറിയ മുറികളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആസ്പെറ്റോ ഷീറ്റ് കൊണ്ടാണ് മുറികൾ തിരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10-12 അടി കഷ്ടി നീളവും 7 അടി വീതിയുമുള്ള ഒരു കുഞ്ഞു മുറി പാവിരിച്ചാണ് കിടക്കുന്നത്. കട്ടിലൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും അതിലാണ് കിടക്കുന്നത്. അവരുടെ വീട്ടു സാധനങ്ങളും തുണികളുമെല്ലാം കുഞ്ഞു മുറിയിൽ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമമാണ് തോന്നിയത്. അന്യസംസ്ഥാനത്ത് നിന്നും അവർക്കവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തൊഴിൽ തേടിയാണ് നമ്മുടെ നാട്ടിൽ അവരെത്തിയത്. അതിഥി ദേവോ ഭവ എന്നാണ് നമ്മുടെ ആപ്തവാക്യങ്ങളും. അവർ അതിഥിയെ നമ്മൾ ദേവനായി കണ്ട് പൂജിക്കുകയൊന്നും വേണ്ട, പക്ഷേ അവരൊരു മനുഷ്യനായി കാണുവാനും അവർക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും നമുക്കും കടമയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ഒട്ടേറെ ആളുകൾ അന്യരാജ്യങ്ങളിലൊക്കെ തൊഴിൽ തേടി പോകുന്നുണ്ട്. അവരോടും ഇതാണ് പെരുമാറ്റമെങ്കിൽ നമുക്ക് വല്ലാത്ത വേദന തോന്നും. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണം നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ആദ്യം അവരോടും പെരുമാറണം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വരുമ്പോൾ ആളുകൾക്ക് ഒട്ടേറെ പരാതികളുമൊക്കെ ഉണ്ട്. അവർക്ക് വൃത്തിയില്ല, അവർ മദ്യപിക്കും, അവർ വഴക്കുണ്ടാക്കുന്നവരാണെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നമുക്കുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വിദ്യാഭ്യാസക്കുറവും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും അവരിൽ ഈ പോരായ്മകളെ കാണാം. പക്ഷെ നമുക്ക് കാണേണ്ടത് അവരുടെ ഒട്ടേറെ ഗുണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഗുണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ പോരായ്മകൾ നികത്തുവാൻ, അവരുടെ മദ്യപാനശീലം കുറയ്ക്കുവാൻ, അവരെ നല്ല പെരുമാറ്റമുള്ളവരാക്കി മാറ്റുവാൻ, അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള മാറ്റേണ്ട ചുമതല കൂടി നമുക്കുമുണ്ട്. നമുക്കിവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഞാനിത് പറയുമ്പോൾ എന്നെപ്പടെ ഒരു സിസ്റ്റർ മേനി ബെനിജയുടെ പ്രസിദ്ധമായ ലോകമേ യാത്ര എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. കവിത ചൊല്ലുവാനൊന്നും എനിക്കറിയില്ല, പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഞാനത് പറഞ്ഞു നോക്കാം. പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ? പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞു പോയി ജഡംക്രമാൽ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൻ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ. ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കു പെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. അഹന്ത കൊണ്ടഴുക്കു പെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. അഹന്ത കൊണ്ടഴുക്കു പെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും.